ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ PSC ഇൻ ടെക്സ്റ്റ് ബുക്ക്. മാത്സ് ബേസിക്സിൻ്റെ കുറച്ചേറെ ക്ലാസ്സസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പ്ലേലിസ്റ്റ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് കാണാൻ പറ്റും. മാത്സ് പ്രയാസമുള്ള കുഞ്ഞുങ്ങൾ തീർച്ചയായിട്ടും ആ ക്ലാസ്സസ് ഒക്കെ കണ്ടു പഠിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ഫ്രാക്ഷൻസ് എന്ന് പറയുന്ന ഭിന്നസംഖ്യകൾ എന്ന് പറയുന്ന ടോപ്പിക്കായിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അത് ക്ലാസ്സസ് അപ്ലോഡ് ചെയ്തിട്ട് കുറച്ച് നാളായി. അതുകൊണ്ട് ഞാൻ വീണ്ടും ഫ്രാക്ഷൻ എന്താണ്, നമ്മൾ എന്താ പഠിച്ചതെന്ന് ഒന്നുകൂടെ പറഞ്ഞിട്ട് ലാസ്റ്റ് ഞാനൊരു 5 ഹോംവർക്കുകൾ നിങ്ങൾ തന്നെ ചെയ്ത് നോക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ഒന്ന് ഡിസ്കസ് ചെയ്തിട്ട് അതിൻ്റെ തുടർച്ചയിലേക്ക് പോകാം കേട്ടോ. അപ്പോൾ നമ്മൾ ഫ്രാക്ഷൻസ് എന്താണ് എന്നുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിലാക്കണം. എന്താണ് P/Q ഫോമിൽ എഴുതാൻ പറ്റുന്ന നമ്പേഴ്സിനെ നമ്മൾ എന്തെന്ന് പറയുന്നത്? ഫ്രാക്ഷൻസ് അല്ലെങ്കിൽ ഭിന്നസംഖ്യകൾ എന്ന് പറയുന്നത്. P/Q, പിയും ക്യൂവും ഏത് നമ്പേഴ്സ് വേണമെങ്കിലും ആകാം. Q ഒരിക്കലും എന്താവാൻ പാടില്ല? 0 ആകാൻ പാടില്ല. Q നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കണം അല്ലേ? അപ്പോൾ P/Q എന്ന് പറയുമ്പോഴത്തേക്ക് 2/3 ആകാം, 5/6 ആകാം, 250/496 ആകാം. അങ്ങനെ ഏതിനെയും നമ്മൾ എന്തെന്നാണ് പറയുന്നത്? ഫ്രാക്ഷൻസ് എന്നാണ്, ഭിന്നസംഖ്യകൾ എന്നാണ് പറയുന്നത്. അപ്പോൾ അതിനകത്ത് ഫ്രാക്ഷൻസ് എത്ര ടൈപ്പ് ഉണ്ട് എന്നുള്ളത് നമ്മൾ പറഞ്ഞു. ഫ്രാക്ഷൻസ് എത്ര ടൈപ്പ് ഉണ്ട്? 3 ടൈപ്പ് ഉണ്ട്. നമ്മൾ 3 ടൈപ്പ് ഫ്രാക്ഷൻസ് ആണുള്ളത്. അതിനകത്ത് ആദ്യത്തെ ഏതാണെന്നാണ് നമ്മൾ പറഞ്ഞത്? നിങ്ങൾ ശ്രദ്ധിച്ചാട്ടെ, 2/3. ഇതിനകത്ത് മുകളിലുള്ളതിനെ നമ്മൾ എന്തെന്നാണ് പറയുന്നത്? ന്യൂമറേറ്റർ അല്ലെങ്കിൽ അംശമെന്ന് പറയും. താഴെയുള്ളത് എന്താണ്? മുകളിലുള്ളത് ന്യൂമറേറ്റർ ആണ്, താഴെയുള്ളത് ഡിനോമിനേറ്റർ എന്നാണ് പറയുന്നത്. അംശവും ഇതെന്താണ്? ഛേദവും. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിയാട്ടെ, ന്യൂമറേറ്റർ മുകളിൽ 2ഉം ഡിനോമിനേറ്റർ താഴെ 3ഉമാണ്. അപ്പോൾ ഇതിനകത്ത് ആരാ വലുത്? 2ആണോ 3ആണോ വലുത്? സംശയമൊന്നുമില്ല, 3 തന്നെയാണ് വലുത്. അതായത് ഡിനോമിനേറ്റർ വലുതും ന്യൂമറേറ്റർ ചെറുതും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇപ്പം നിങ്ങൾ നോർമലി ഇരിക്കുന്നത്, അപ്പം നിങ്ങളെക്കാളും വെയിറ്റ് ഉള്ള ഒരു സാധനം നിങ്ങളുടെ തലയ്ക്ക് മുകളിൽ കൊണ്ട് വെക്കുവാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഇരിക്കാൻ പറ്റുമോ? ഇല്ല. അതേസമയം നിങ്ങളുടെ വെയിറ്റിനെ അപേക്ഷിച്ച് അതിനേക്കാൾ കുറവുള്ള എന്തെങ്കിലും ആ മുകളിൽ കൊണ്ട് വെക്കുവാണെങ്കിൽ നിങ്ങൾക്ക് സാധാരണ പോലെ നിൽക്കാൻ പറ്റും ഇല്ലേ? അതായത് അപ്പോൾ ഇവിടെ നോക്കിയേ, മുകളിലിരിക്കുന്ന ആൾ ന്യൂമറേറ്റർ ചെറുതും ഡിനോമിനേറ്റർ വലുതുമാണ്. അപ്പോൾ നിങ്ങളെക്കാളും വെയിറ്റ് കുറവുള്ളത് നിങ്ങളുടെ മുകളിൽ കൊണ്ടുവച്ചാൽ നിങ്ങൾക്ക് സാധാരണ പോലെ ഇരിക്കാം അല്ലേ? വെയിറ്റ് കുറവുള്ളത് മുകളിൽ വന്നാൽ നിങ്ങൾക്ക് സാധാരണ പോലെ നിൽക്കാം. അപ്പോൾ അങ്ങനെയുള്ളതിനെ നമ്മൾ എന്തെന്ന് പറയുന്നത്? സാധാരണ ഭിന്നമെന്ന് പറയുന്നത്. അതായത് പ്രോപ്പർ ഫ്രാക്ഷൻ. എന്താണ് മക്കളെ? പ്രോപ്പർ ഫ്രാക്ഷൻ എന്ന് പറയും. ഓക്കെ, ഇനി അടുത്ത ഒരു ടൈപ്പ് ഫ്രാക്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നോക്കിക്കേ, മറ്റൊരു ഉദാഹരണം 8/3. മുകളിൽ കിടക്കുന്ന ആരാ? ന്യൂമറേറ്റർ. താഴെ കിടക്കുന്ന എന്തുവാ? ഡിനോമിനേറ്റർ. ഇവിടെ ആരാ മക്കളെ വലുത്? മുകളിൽ കിടക്കുന്ന ന്യൂമറേറ്റർ ഇല്ലേ വലുത്? അപ്പോൾ നിങ്ങളൊന്നുകൂടെ ആലോചിച്ച് നോക്കിയേ, നിങ്ങളെക്കാളും വെയിറ്റ് ഉള്ള സാധനം നിങ്ങളുടെ മുകളിൽ കൊണ്ടുവെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് നിൽക്കാൻ പറ്റുമോ? ഒരിക്കലും പറ്റത്തില്ല. അതായത് ന്യൂമറേറ്റർ വലുതും ഡിനോമിനേറ്റർ ചെറുതുമായിട്ടുള്ള ഭിന്നസംഖ്യകളെ, ഫ്രാക്ഷനെ നമ്മൾ എന്താ പറയുന്നത്? ഇംപ്രോപ്പർ ഫ്രാക്ഷൻ. എന്താ പറയുന്നത്? ഇംപ്രോപ്പർ ഫ്രാക്ഷൻ എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഫ്രാക്ഷൻസ് നമ്മൾ ഓൾറെഡി ക്ലാസ് തന്നെ എടുത്തേട്ടാ, നമ്മൾ ഒന്നുകൂടെ ഒന്ന് റീകളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്നുകൂടെ പറയുന്നതേ ഉള്ളൂ. അപ്പോൾ ഫ്രാക്ഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? P/Q ഫോമിൽ എഴുതാൻ പറ്റണം. പക്ഷേ Q ഒരിക്കലും എന്താകാൻ പാടില്ല? 0 ആകാൻ പാടില്ല. ഫ്രാക്ഷൻസ് എത്ര എണ്ണം ഉണ്ട്? 3 ടൈപ്പ് ഉണ്ട്. ആദ്യത്തെ എന്തുവാ? നമ്മളെക്കാൾ വെയിറ്റ് കുറവുള്ളവർ മണ്ടയ്ക്ക് നിൽക്കുമ്പോൾ നമുക്ക് പ്രോപ്പറായിട്ട് നിൽക്കാൻ പറ്റും. അതായത് ന്യൂമറേറ്റർ ചെറുതും ഡിനോമിനേറ്റർ വലുതും. അങ്ങനെയുള്ള ആളുകളെ നമ്മൾ എന്നാ പറയുന്നത്? പ്രോപ്പർ ഫ്രാക്ഷൻ, സാധാരണ ഭിന്നം. അടുത്ത എന്നാ നമ്മൾ പറഞ്ഞേ? മുകളിലുള്ളത് വലുതും താഴെയുള്ളത് ചെറുതും. നമ്മളെക്കാളും വലിയവന്മാർ നമ്മുടെ മണ്ടയ്ക്ക് കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രോപ്പറായിട്ട് നിൽക്കാൻ പറ്റുമോ? ഒരിക്കലും പറ്റത്തില്ല. അങ്ങനെയുള്ളവരെ നമ്മൾ എന്താ പറയുന്നത്? ഇംപ്രോപ്പർ ഫ്രാക്ഷൻസ് കേട്ടോ. വിഷമഭിന്നം. നമ്മളെക്കാളും നമ്മുടെ മുകളിൽ നമ്മളെക്കാൾ വെയിറ്റ് ഉള്ളവരെ കൊണ്ട് വെച്ചാൽ നമ്മൾ വിഷമിച്ചു പോകും. അപ്പോൾ എന്താ പറയുന്നത്? വിഷമഭിന്നം കേട്ടോ. എന്താ പറയുന്നത്? വിഷമഭിന്നം. അപ്പോൾ സാധാരണ ഭിന്നമുണ്ട്, വിഷമഭിന്നമുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി മൂന്നാമതൊരു ടൈപ്പ് ഫ്രാക്ഷൻസ് ഉണ്ട്. നിങ്ങൾ അവിടെ ഇവിടെയൊക്കെ കണ്ടു കാണും. 1 and 1/2. 1ഉം 2/1. ഇതിനെങ്ങനെ മക്കളെ നമ്മൾ മലയാളത്തിൽ പറയുന്നത്? 1ഉം 2/1. 1 and 1/2. ഇതെന്നതാ? സാധാരണ ഒരു സംഖ്യയും ഇതെന്താ? ഡിനോമിനേറ്റർ വലുതും
ന്യൂമറേറ്റർ ചെറുതുമല്ലേ. അപ്പോൾ ഇതെന്താ, അതായത് സാധാരണ ഒരു നമ്പറും അതിൻ്റെ കൂടെ ആരും വരും, ഒരു പ്രോപ്പർ ഫ്രാക്ഷനും വരും. ഇതിനെ നമ്മൾ എന്തെന്ന് പറയുന്നത്, മിശ്രഭിന്നം. 2 ടൈപ്പ് ആളുകളല്ലേ, ഒരു സാധാരണ സംഖ്യയുണ്ട്, അതിൻ്റെ കൂട്ടത്തിൽ ആരുണ്ട്, ഒരു സാധാരണ ഭിന്നമുണ്ട്. അങ്ങനെ 2 ആളുകളെ ഒന്നിച്ച് എഴുതിയേക്കുക, മിശ്രിതം. അപ്പം എന്നാ പറയുന്നത്, മിശ്രഭിന്നം. എന്താ പറയുന്നത്, മിശ്രഭിന്നം. മിക്സഡ് ഫ്രാക്ഷൻ എന്ന് പറയും. എന്താ പറയുന്നത്, മിക്സഡ് ഫ്രാക്ഷൻ കേട്ടോ. എന്താ പറയുന്നത്, മിക്സഡ് ഫ്രാക്ഷൻ. അപ്പോൾ നമ്മൾ 3 ടൈപ്പ് ഫ്രാക്ഷൻസ് പറഞ്ഞു. ഏതൊക്കെയാണ്, പ്രോപ്പർ ഫ്രാക്ഷൻ പറഞ്ഞു, ഇംപ്രോപ്പർ ഫ്രാക്ഷൻ പറഞ്ഞു, ലാസ്റ്റ് വൺ മിക്സഡ് ഫ്രാക്ഷൻ. ഇത്രയും മനസ്സിലായോ? ഇനി നമ്മൾ ഇവന്മാരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റാൻ പോവാം കേട്ടോ. ഈ മാറ്റിക്കഴിഞ്ഞിട്ട് ഇവരെ എങ്ങനെ ആഡ് ചെയ്യുന്നത്, എങ്ങനെയാണ് മൈനസ് ചെയ്യുന്നത്, മൾട്ടിപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണ്, ഡിവൈഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്നൊക്കെ ഉള്ളത് നമ്മൾ പഠിക്കും. ഇതൊന്നും അറിഞ്ഞില്ലെങ്കിൽ നമുക്ക് മാത്സിന് പലയിടത്ത് നിങ്ങൾ സ്റ്റക്കാവും. ഇപ്പോൾ 3/2, 4/3, 8/5 ഇതൊക്കെ ആരാ, ഡിനോമിനേറ്റർ ചെറുതും ന്യൂമറേറ്റേഴ്സ് വലുതുമാണ്. അതൊക്കെ കൊണ്ട് തന്നെ ഇത് വിഷമഭിന്നമാണ്, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം, ഇംപ്രോപ്പർ ഫ്രാക്ഷൻസ് ആണ്. ഇനി വേറെ കുറച്ച് ആളുകളെ നമ്മൾ പറഞ്ഞല്ലോ, 1 and 1/2, 2 and 2/3, 4 and 3/5, ഇങ്ങനെയൊക്കെ കുറച്ച് പേരെ പറഞ്ഞല്ലോ. ഇതാരാ, മിക്സഡ് ഫ്രാക്ഷൻസ്. അപ്പോൾ നമ്മൾ ചില സന്ദർഭങ്ങളിൽ ഈ കാണുന്ന ആളുകളെ ഇങ്ങോട്ട് മാറ്റണം, ഈ കാണുന്ന ആളുകളെ അങ്ങോട്ട് മാറ്റണം. അതായത് ഇംപ്രോപ്പർ ഫ്രാക്ഷനെ മിക്സഡ് ഫ്രാക്ഷനിലോട്ട് നമുക്ക് മാറ്റാൻ പറ്റും, മിക്സഡ് ഫ്രാക്ഷനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇംപ്രോപ്പർ ഫ്രാക്ഷനിലോട്ട് മാറ്റാൻ പറ്റും. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചു. അതിൻ്റെയാണ് ഒരു ഹോംവർക്ക് ഞാനൊരു 5 പ്രോബ്ലംസ് ഞാൻ തന്നിരുന്നത്. അതൊക്കെ ചെയ്ത കുട്ടികളും കാണും. ഒരുപാട് നാളായതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഇത് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ നോക്കിയേ, നമുക്കപ്പോൾ ഇവരെ ഇങ്ങോട്ട് എങ്ങനെയാണ് മാറ്റുന്നത്, ഇവരെ ഇങ്ങോട്ട് എങ്ങനെയാണ് മാറ്റുന്നത് എന്നുള്ളത്, ഇതൊക്കെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമ്മൾ ആദ്യം ഈ 1 and 1/2 ഞാൻ ഇനി എടുത്തു. എന്താണ് 1 and 1/2 എടുത്തത്, എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് അറിയാവോ? എന്തുവാ നമ്മൾ ചെയ്യുന്നത്, മിക്സഡ് ഫ്രാക്ഷനെ നമുക്ക് ഈ രൂപത്തിൽ നമുക്ക് വേണ്ട, ഇതിനെ എന്ത് ചെയ്യണം, ഇംപ്രോപ്പർ ഫ്രാക്ഷനിലോട്ട് മാറ്റണം. അതിന് എന്ത് ചെയ്യണം എന്നറിയാവോ, ഈ ഡിനോമിനേറ്റർ അതുപോലെ തന്നെ അങ്ങ് എഴുതുക കേട്ടോ. ഈ ഡിനോമിനേറ്റർ എന്ത് ചെയ്യുക, അതേപോലെ തന്നെ അങ്ങ് എഴുതിക്കേ. എന്നിട്ട് പിന്നെ എന്താ ചെയ്യേണ്ടത്, ഈ ഡിനോമിനേറ്ററും ഈ ഒരു നമ്പർ കണ്ടോ, ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണം. 2 into 1, 2 into 1, ആ ഗുണിച്ച് കിട്ടുന്നതിൻ്റെ കൂടെ ഈ മണ്ടയ്ക്ക് കിടക്കുന്നത് ആഡ് ചെയ്യണം. അപ്പോൾ എങ്ങനെ, 2 into 1, അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു ന്യൂമറേറ്റർ ആഡ് ചെയ്യണം. അപ്പോൾ ഡിനോമിനേറ്റർ അതുപോലെ തന്നെ എഴുതി, പിന്നെ എന്താ ചെയ്യേണ്ടത്, ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തു, അതിൻ്റെ കൂട്ടത്തിൽ ഈ 1 ആഡ് ചെയ്യണം. അപ്പോൾ എന്ത് വരും നമുക്ക്, 2 into 1, 2, 2 plus 1, 3, 3/2 എന്ന് നമുക്ക് കിട്ടി. കണ്ടോ, 1 and 1/2 നമുക്ക് കൺവേർട്ട് ചെയ്തപ്പോൾ എന്ത് വന്ന്, 3/2 എന്ന് വന്ന്. അതായത് മിക്സഡ് ഫ്രാക്ഷനെ നമ്മൾ ഇവിടെ എന്തിലോട്ട് മാറ്റി മക്കളെ, ഇംപ്രോപ്പർ ഫ്രാക്ഷനിലോട്ട് മാറ്റി. എന്തിലോട്ട് മാറ്റി, ഇംപ്രോപ്പർ ഫ്രാക്ഷനിലോട്ട് മാറ്റി. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കണ്ടോ, എങ്ങനെയാ, ഡിനോമിനേറ്റർ അതുപോലെ തന്നെ എഴുതി, ഇവരെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത്, ആ മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്നതിൻ്റെ കൂടെ ന്യൂമറേറ്റർ ആഡ് ചെയ്തു. അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഇനി അടുത്ത ഒരാളെയും കൂടി നമുക്ക് നോക്കാം. 2 and 2/3 നമ്മൾ കൺവേർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ എങ്ങനെയാ, പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ഡിനോമിനേറ്ററിനെ അതേപോലെ തന്നെ എഴുതുക. 3 ഞാൻ അതേപോലെ തന്നെ എഴുതി. പിന്നെ നമ്മൾ എന്തുവാ ചെയ്യുന്നത്, ഈ 3 into 2 ചെയ്യും. 3 into 2, 6. ആ കൂട്ടി ഗുണിച്ച് കിട്ടുന്ന അല്ലെ മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന 3 into 2, 6 ആണ്. അതിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യും, ഈ ന്യൂമറേറ്റർ ആഡ് ചെയ്യും. അപ്പോൾ 3 into 2, ആ കിട്ടുന്ന ഉത്തരത്തിൻ്റെ കൂടെ മുകളിൽ കിടക്കുന്ന 2 ആഡ് ചെയ്യും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് വരുന്നത്, 3 into 2 എത്ര, 6 ആണ്. 6 plus 2, 8/3 എന്ന് കിട്ടും. മനസ്സിലായോ, 8/3 എന്ന് കിട്ടും. അപ്പം നമ്മൾ മിക്സഡ് ഫ്രാക്ഷനെ ഇംപ്രോപ്പർ ഫ്രാക്ഷനിലോട്ട് കൺവേർട്ട് ചെയ്യുന്നതാണ് നമ്മൾ പഠിച്ചത്. എന്തുവാ, നമ്മൾ ആരെ എങ്ങോട്ടാണ് മാറ്റുന്നത്, മിക്സഡ് ഫ്രാക്ഷനെ നമ്മൾ എന്ത് ചെയ്യും, ഇംപ്രോപ്പർ ഫ്രാക്ഷനിലേക്കാണ് മാറ്റുന്നത്. മിക്സഡ് ഫ്രാക്ഷനെ നമ്മൾ എന്ത് ചെയ്യും, ഇംപ്രോപ്പർ ഫ്രാക്ഷനിലേക്ക് മാറ്റും. അത് നിങ്ങൾ പഠിച്ചു എന്ന് വിചാരിക്കുകയാണ്. ഇനി അടുത്ത് നമ്മൾ എന്ത് പഠിക്കുക, അപ്പം തിരിച്ചൊന്ന് നമുക്ക് നോക്കാം. ഇംപ്രോപ്പർ ഫ്രാക്ഷനെ മിക്സഡ് ഫ്രാക്ഷനിലേക്ക് കേട്ടോ. നമ്മൾ എന്താ അടുത്ത് നോക്കുന്നത്, ഇംപ്രോപ്പർ ഫ്രാക്ഷനെ മിക്സഡ് ഫ്രാക്ഷനിലേക്ക്. അപ്പം ഞാൻ 5 ഹോംവർക്കുകൾ കഴിഞ്ഞ ദിവസം തന്നായിരുന്നു.
ഈ ഇംപ്രോപ്പർ ഫ്രാക്ഷനെ മിക്സഡ് ഫ്രാക്ഷനിലേക്ക് മാറ്റുന്നത്? അത് തന്നെ നമുക്കിവിടെ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും അത് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആൻസേഴ്സ് ഒന്നുകൂടി ഒന്ന് ചെക്ക് ചെയ്യുക കേട്ടോ. നോക്ക്, നമുക്ക് ആദ്യമായിട്ട് ചെക്ക് ചെയ്യേണ്ടത് 18/7. ഇതെന്താ? പ്രോപ്പർ ഫ്രാക്ഷനാണോ ഇംപ്രോപ്പർ ഫ്രാക്ഷനാണോ? സാധാരണ ഭിന്നമാണോ വിഷമ ഭിന്നമാണോ? നോക്കൂ, ഡിനോമിനേറ്റർ ചെറുതും മുകളിലിരിക്കുന്ന ആൾ വലുതുമാണ് അല്ലേ? അപ്പോൾ നമ്മൾ വിഷമിച്ച് പോവും. ഇതൊരു ഇംപ്രോപ്പർ ഫ്രാക്ഷനാണ്. ഇതിനെ എങ്ങനെയാണ് നമ്മൾ മിക്സഡ് ഫ്രാക്ഷനിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതെന്ന് നമ്മൾ നോക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് മാത്സിൽ പല സ്ഥലത്തും നിങ്ങളോട് നേരിട്ട് പറയത്തില്ല നിങ്ങൾ മിക്സഡിനെ ഇംപ്രോപ്പർ ആക്കൂ, ഇംപ്രോപ്പറിനെ മിക്സഡ് ആക്കൂന്ന്. നമ്മൾ സന്ദർഭം അനുസരിച്ചിട്ട് ആ സമയങ്ങളിൽ നമ്മൾ ഇതൊക്കെ കൺവേർട്ട് ചെയ്ത് ചെയ്യുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ചെയ്യാൻ അറിയണം നമ്മൾ അവിടെയൊക്കെ ഇത് ചെയ്യണമെങ്കിൽ. അപ്പോൾ ഇതെന്താ ചെയ്യണ്ടേ? ഇപ്പോൾ 18/7 എന്നുള്ളത് നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത്? 18/7 നമ്മൾ ചെയ്ത് നോക്കും. 18-നകത്ത് 7 എത്ര പ്രാവശ്യമാണ്? 7 1s are 7, 7 2s are 14, 7 3s are 21 ആണ്. ഇവിടെ 21 ഉണ്ടോ? ഇല്ല. സോ നമ്മൾ 7 2s are 14 എടുത്തു. എന്നിട്ട് എന്ത് ചെയ്യണം? ഇതിൽ ഇത് മൈനസ് ചെയ്യണം. 18-ന് 4 കുറച്ച് കഴിഞ്ഞാൽ 18-ന് 4 കുറച്ച് കഴിഞ്ഞാൽ 4. ഇവിടെ 1-ൽ നിന്ന് 1 പോയി കഴിഞ്ഞാൽ 0 ആയി. ഇങ്ങനെയല്ലേ വരുന്നേ? അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. ഈ താഴെ കിടക്കുന്നവൻ അങ്ങ് മണ്ടയ്ക്ക് പോകുമെന്ന് ഓർക്കുക. നമ്മൾ ഇംപ്രോപ്പർ ഫ്രാക്ഷനെ മിക്സഡ് ഫ്രാക്ഷനിലോട്ടല്ലേ മാറ്റണ്ടേ? മിക്സഡ് ഫ്രാക്ഷൻ എന്ന് പറയുമ്പോൾ എന്താ? ഒരു നോർമൽ നമ്പറും കാണും, ഒരു പ്രോപ്പർ ഫ്രാക്ഷനും കാണും. അങ്ങനെയല്ലേ മിശ്ര ഭിന്നം അല്ലെങ്കിൽ മിക്സഡ് ഫ്രാക്ഷൻ ഉണ്ടാവുന്നത്. അപ്പോൾ ഈ കേസിൽ താഴെ കിടക്കുന്ന 4 മുകളിൽ പോകും. അതായത് അത് ന്യൂമറേറ്റർ ആയിട്ട് മാറും. കണ്ടോ? പിന്നെ നമുക്ക് ഈ ഡിവൈഡ് ചെയ്ത് കിട്ടുന്ന ഉത്തരം ഉണ്ടല്ലോ, അതിനെ നമ്മൾ നോർമൽ ഒരു നമ്പർ കിട്ടത്തില്ല, ആ നമ്പറായിട്ട് അങ്ങ് എഴുതും. ഈ കിടക്കുന്ന 7-നെ നമ്മൾ എന്ത് ചെയ്യും? ഡിനോമിനേറ്റർ ആയിട്ട് എഴുതും കേട്ടോ. ഡിനോമിനേറ്റർ ആയിട്ട് എഴുതും. അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. എന്താ? 2 and 4/7 എന്ന് കിട്ടും. മനസ്സിലാവുന്നുണ്ടോ? എന്താ നമ്മൾ പറഞ്ഞത്? ഈ 18/7 എന്ന് പറയുന്ന ഇംപ്രോപ്പർ ഫ്രാക്ഷനെ നമ്മളൊരു മിക്സഡ് ഫ്രാക്ഷൻ ആക്കാനാണ് ശ്രമിച്ചത്. അപ്പോൾ നമ്മൾ 18-നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പം നമുക്ക് 2 ടൈംസ് എന്ന് കിട്ടി. അതിൻ്റെ റിമൈൻഡർ എന്താന്ന് വന്നു? 4 എന്ന് വന്നു. അപ്പോൾ ഇവിടെ ഈ 4-നെ നമ്മൾ എന്തായിട്ട് എഴുതി? ന്യൂമറേറ്റർ ആയിട്ട് എഴുതി. ഈ കിട്ടിയ ഉത്തരമാണ് നമ്മുടെ ആ ഒരു നമ്പറായിട്ട് വരുന്നത്. നമ്മൾ എന്തുകൊണ്ടാണോ ഡിവൈഡ് ചെയ്തത് അതിനെ നമ്മൾ ഡിനോമിനേറ്റർ ആയിട്ട് എഴുതും. ഇനി നിങ്ങളൊന്ന് നോക്കിക്കേ മക്കളെ, ഇതിനെ തിരിച്ച് ഇയാളിലോട്ടൊന്ന് മാറ്റാൻ നോക്കിക്കേ. നമ്മൾ എങ്ങനെയാ തൊട്ട് മുന്നേ പറഞ്ഞില്ലേ? മിക്സഡ് ഫ്രാക്ഷനിൽ ഡിനോമിനേറ്റർ 7-നെ നമ്മൾ എന്തെഴുതും? ഡിനോമിനേറ്റർ ആയിട്ട് തന്നെ എഴുതും. പിന്നെ ഇവന്മാരെ തമ്മിൽ മൾട്ടിപ്ലൈ 2 × 7 എത്രയാണ്? 14. ആ 14 കൂടി 4 ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? 18 എന്ന് കിട്ടും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇവിടെ എന്താ നമ്മൾ ചെയ്തേ? ഇംപ്രോപ്പർ ഫ്രാക്ഷനെ മിക്സഡ് ഫ്രാക്ഷനിലോട്ട് മാറ്റി. എന്നിട്ട് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കി നമുക്ക് കിട്ടിയത് ശരിയാണോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. അടുത്തത് ഞാൻ ഹോംവർക്ക് തന്ന ക്വസ്റ്റ്യൻ ആണ്. 25 / 8. 25 / 8 നമ്മളിത് എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത്? 25-നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യും. 25-നകത്ത് 8, 8 3s are 24 ആണ്. 8 4s are 32. ഇവിടെ 32 ഇല്ല. സോ ഞാൻ എന്ത് ചെയ്തു? 8 3s are 24 എടുത്തു. 25-നകത്ത് 24 മൈനസ് ചെയ്യുമ്പോൾ 1 എന്ന് വരും. ഇനി ഇതെങ്ങനെയാണ് നമ്മൾ മിക്സഡ് ഫ്രാക്ഷനോട്ട് മാറ്റുന്നത്? ഓർത്തേ, താഴെ കിടക്കുന്ന ആൾ എന്ത് ചെയ്യും? മുകളിലോട്ട് പോകും. ദാറ്റ് മീൻസ് അവിടെ ന്യൂമറേറ്റർ ആയിട്ട് വരും. മുകളിൽ കിടക്കുന്ന ആൾ എന്താ? ഉത്തരവായിട്ട് ഇവിടുത്തെ നമ്പറായിട്ട് മാറും. ഈ 8-നെ നമ്മൾ ഡിനോമിനേറ്റർ ആയിട്ട് എഴുതും. കണ്ടോ? ഇനി നമുക്ക് ഇവനെ തിരിച്ചിങ്ങോട്ടാക്കി നിങ്ങളൊന്ന് നോക്കിക്കേ. ഡിനോമിനേറ്റർ അത് തന്നെ 8 തന്നെ. ചെക്ക് ചെയ്ത് നോക്കുക കറക്റ്റ് ആണോ എന്ന് കേട്ടോ. 8 × 3 24. ആ 24-ൻ്റെ കൂടെ 1 കൂട്ടുമ്പോൾ 25 തന്നെ വരുന്നില്ലേ? അപ്പോൾ നിങ്ങൾക്ക് ഇംപ്രോപ്പർ ഫ്രാക്ഷനെ മിക്സഡ് ഫ്രാക്ഷൻ ആക്കി. പിന്നെ അത് നിങ്ങൾ തിരിച്ചൊന്ന് ചെയ്ത് നോക്കുക ഇത് തന്നെ ആണോ എൻ്റെ എന്നുള്ളത്. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? 25/8 എന്നുള്ളത് നമ്മൾ എന്തെന്ന് വന്ന് 3 and 1/8 എന്ന് കിട്ടി. ഇംപ്രോപ്പർ ഫ്രാക്ഷനെ നമ്മൾ എന്ത് ചെയ്തത്? മിക്സഡ് ഫ്രാക്ഷനിലോട്ട് കൺവേർട്ട് ചെയ്തത്. അപ്പോൾ 2 ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്ത് ഇനി 3 എണ്ണം കൂടെ ഉണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ 33/9 എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത്? 33 / 9 എന്നുള്ളത് നോക്കും. 9-ൻ്റെ ടേബിൾ നമ്മൾ ചൊല്ലി നോക്കും. 9 4s are 36 ആണ്. 36 ഇവിടെ ഇല്ലല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? 9 3s are 27 എന്നുള്ളത് എടുക്കും. 33-ക്കകത്തൊന്ന് 27 പോയി കഴിഞ്ഞാൽ ബാലൻസ് എത്ര? 6. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഈ ഇംപ്രോപ്പർ ഫ്രാക്ഷനെ മിക്സഡ് ഫ്രാക്ഷനിലോട്ട് മാറ്റുന്നത് എങ്ങനെയാണ്? താഴെ കിടക്കുന്ന ആൾ എന്ത് ചെയ്യും? മുകളിലോട്ട് പോവും. മുകളിൽ കിടക്കുന്ന ഉത്തരം നമ്മുടെ നമ്പറായിട്ട് വരും. ഈ കിടക്കുന്ന 9 നമ്മൾ എന്ത് ചെയ്യും? ഡിനോമിനേറ്റർ ആയിട്ട്
എഴുതും. ഇനി നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയേ, 9 നമ്മൾ അതുപോലെ തന്നെ എഴുതി. ഇവനെ തമ്മിൽ ഒന്ന് മൾട്ടിപ്ലൈ ചെയ്തേ. 9 3s are 27. 27ൻ്റെ കൂടെ 6 ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? 33 കിട്ടും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, 4ാമത്തെ ക്വസ്റ്റ്യൻ ഏതായിരുന്നു? 27 ഡിവൈഡഡ് ബൈ 2 ആയിരുന്നു നമ്മുടെ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ. അതിനെ എങ്ങനെയാണ് നമ്മൾ മിക്സഡ് ഫ്രാക്ഷനിലോട്ട് മാറ്റുന്നത്? 27/2 നിങ്ങൾ ചെയ്ത് നോക്കിയേ. 2-നകത്ത് 1 ഒരു പ്രാവശ്യം, ആ 2 താത്തിറക്കി. 0 ആയാൽ 0ക്കകത്ത് 2 ഇല്ല, പിന്നെ ഒരു നമ്പർ കൂടെ ഉണ്ട് താത്തിറക്കാൻ വേണ്ടിയിട്ട്. സോ ഞാൻ ആ 7 എഴുതി. 7-നകത്ത് 2 എത്ര പ്രാവശ്യം? 3 2s are 6. 7-6 കുറച്ച് കഴിഞ്ഞാൽ 1. ഇനി എങ്ങനെയാണ് നമ്മൾ എഴുതുന്നത്? താഴെ കിടക്കുന്നവൻ എന്ത് ചെയ്യും? മുകളിൽ എഴുതും. മുകളിൽ കിടക്കുന്നവനെ എന്ത് ചെയ്യും? നമ്മുടെ നമ്പറായിട്ട് എഴുതും. പിന്നെ ഉള്ളത് ഇത് ഡിനോമിനേറ്ററായിട്ട് എഴുതും. മനസ്സിലായോ? അല്ലെങ്കിൽ തന്നെ ഇംപ്രോപ്പർ ഫ്രാക്ഷനകത്തുള്ള ആ ഒരു 2 തന്നെയാണ് എന്ത് ചെയ്യുന്നത്? ഡിനോമിനേറ്ററായിട്ട് വരുന്നത്. പിന്നെ ഓർത്താൽ മതി, താഴെ കിടക്കുന്ന ആൾ മുകളിൽ പോകും, അതായത് ന്യൂമറേറ്ററായിട്ട് വരും. അപ്പോൾ ഇനി ഇതിനെ ഇങ്ങോട്ടൊന്ന് കൺവേർട്ട് തിരിച്ചൊന്ന് നോക്കിക്കേ. ഇതിപ്പോൾ ഇംപ്രോപ്പർ ഫ്രാക്ഷനാ, അതിനെ മിക്സ്ഡ് ഫ്രാക്ഷനായിട്ട് എഴുതി. ഇനി ഇതിനെ തിരിച്ചൊന്ന് നോക്കിക്കേ. 2 അതുപോലെ തന്നെ എഴുതി. 13 × 2 എത്ര വരും? 26. അതിൻ്റെ കൂടെ 1 ആഡ് ചെയ്യുന്ന സമയത്ത് 27. അത് നമുക്ക് കിട്ടുന്നുണ്ട് അല്ലേ? ഇനി അടുത്ത 5ാമത്തെ ക്വസ്റ്റ്യൻ ഞാൻ ലാസ്റ്റത്തെ വീഡിയോയിൽ പറഞ്ഞത് 36 ഡിവൈഡഡ് ബൈ 5 എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ ആയിരുന്നു. എങ്ങനെ മക്കളെ ചെയ്യുന്നത്? 36നെ 5 കൊണ്ട് ചെയ്യും. 5 7s are 35 ആണ്. റിമൈൻഡർ 1 എന്നും വരും. എന്നിട്ട് എന്ത് ചെയ്തു? നമ്മൾ താഴെ കിടക്കുന്നവനെ മണ്ടയ്ക്ക് കൊണ്ടുപോയിക്കേ. പിന്നെ നമുക്ക് കിട്ടുന്ന ഉത്തരം എന്ത് ചെയ്യും? എഴുതി. ഈ 5നെ നമ്മൾ ഡിനോമിനേറ്ററായിട്ട് എഴുതി. കണ്ടോ? അപ്പം 36/5 എന്ന് പറയുന്ന വിഷമ ഭിന്നത്തിനെ നമ്മൾ ഈ ഒരു മിക്സഡ് ഫ്രാക്ഷനായിട്ട് എഴുതി. ഇനി നമുക്ക് തിരിച്ചൊന്ന് നോക്കിക്കേ. ഡിനോമിനേറ്റർ അത് തന്നെ, 5 7 കൂടി. ഇതിനെ നമ്മൾ ഓൾറെഡി പഠിച്ചെന്താ? മിക്സഡ് ഫ്രാക്ഷനെ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ എഴുതാനുള്ളത് നമ്മൾ പഠിച്ചു. അപ്പം നിങ്ങൾ നോക്കിക്കേ. 5 7s are 35. അതിൻ്റെ കൂടെ ഒന്നുകൂടെ കൂട്ടുമ്പം 36. ഈ ഡിനോമിനേറ്റർ അതുപോലെ തന്നെ. അങ്ങനെ നോക്കുമ്പോഴും ശരിയല്ലേ? അപ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ പഠിച്ചു? ഫ്രാക്ഷൻ എന്താന്ന് പറഞ്ഞു, എത്ര ടൈപ്പ് ഫ്രാക്ഷൻസ് ഉണ്ട്, പ്രോപ്പർ ഫ്രാക്ഷൻ, ഇംപ്രോപ്പർ ഫ്രാക്ഷൻ, മിക്സഡ് ഫ്രാക്ഷൻ. അതിനകത്ത് ഇംപ്രോപ്പർ ഫ്രാക്ഷനെ മിക്സഡ് ആക്കാനും മിക്സഡ് ഫ്രാക്ഷനെ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കാനുമാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ട് ഇരിക്കുന്നത്. ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായോ? എങ്കിൽ നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് പോകാം കേട്ടോ. എന്താണെന്നറിയാമോ? ഈ ഫ്രാക്ഷൻസിനെ നമുക്ക് ആഡ് ചെയ്യാനും സബ്ട്രാക്ട് ചെയ്യാനും മൾട്ടിപ്ലൈ ചെയ്യാനും ഡിവൈഡ് ചെയ്യാനും ഒക്കെ അറിയണം. അത് സെയിം ഡിനോമിനേറ്റർ വരുമ്പോഴെങ്ങനെയാണ്, ഡിഫറെൻറ്റ് ഡിനോമിനേറ്റർ വരുമ്പോൾ എങ്ങനെയാണ് എന്നുള്ളതൊക്കെ നമുക്ക് നോക്കണം. ഓക്കെ, ശ്രദ്ധിക്കുക കേട്ടോ. നമ്മൾ ആദ്യം ഫ്രാക്ഷൻസിനെ ആഡ് ചെയ്യാനാണ് പോകുന്നത് വിത്ത് സെയിം ഡിനോമിനേറ്റർ കേട്ടോ. എന്നുവെച്ചാൽ എന്താ? ഇപ്പം നോക്കൂ, 1/3 + 7/3. ഇതെങ്ങനെയാണ് ചെയ്യുന്നത്? സൂക്ഷിച്ച് നോക്കിക്കേ. 2 ഫ്രാക്ഷൻ ആഡ് ചെയ്യാനാണ്. 2ൻ്റെ ഡിനോമിനേറ്റർ എത്ര തന്നെ? 3 തന്നെ. അപ്പോൾ ഇങ്ങനെയുള്ള കേസിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ആ ഡിനോമിനേറ്റർ സെയിം ആയിട്ട് വരുമ്പോൾ ആ ഡിനോമിനേറ്റർ അതേപോലെ തന്നെ എഴുതുക. പിന്നെ എന്ത് ചെയ്യണം? ന്യൂമറേറ്റേഴ്സിനെ തമ്മിൽ ആഡ് ചെയ്യുക. ഇവിടെ 1ഉം 7ഉം കൂടെ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. അപ്പം നിങ്ങൾക്ക് എത്ര ഉത്തരം വരുന്നത്? 8/3 കേട്ടോ. അപ്പം ഒന്നുമില്ല, സെയിം ഡിനോമിനേറ്റേഴ്സ് ഉള്ള ഫ്രാക്ഷൻസ് ആഡ് ചെയ്യാൻ വരുമ്പോൾ ആ ഡിനോമിനേറ്റർ അതേപോലെ തന്നെ എഴുതുക. എന്നിട്ട് ന്യൂമറേറ്റേഴ്സ് തമ്മിൽ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. ഇപ്പോൾ ഇവിടെ നോക്കിക്കേ, 8/10 + 10/10 എന്നൊക്കെ വന്നു. നിങ്ങൾ എന്ത് ചെയ്യണം? ഡിനോമിനേറ്റർ 2ഉം 10 ആണ്. സോ ഞാൻ ആ 10 അതുപോലെ തന്നെ എഴുതി. ന്യൂമറേറ്റർ 1 8ഉം 1 10ഉം 8ഉം 10ഉം കൂടെ ആഡ് ചെയ്യണം. അപ്പോൾ എന്ത് വരും? 18/10 എന്ന് വരും കേട്ടോ. 18/10 എന്ന് വരും. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. നമ്മൾ ഇങ്ങനെ ചെയ്യുന്ന സമയങ്ങളിൽ ഇപ്പം നമ്മുടെ 18/10 ഇതിനെയൊക്കെ നമുക്ക് ഒന്നുകൂടി സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും കേട്ടോ. അത് എങ്ങനെയാണ് സിംപ്ലിഫൈ ചെയ്യുന്നതെന്നുള്ളത് പഠിക്കണം. അത് ഞാൻ സെപ്പറേറ്റ് ഒരു ക്ലാസ് ആയിട്ട് എടുക്കാം. ഇപ്പം എന്തായാലും 18/10 എന്ന് നമ്മൾ എഴുതി കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ 7/8 + 3/8. ഇങ്ങനെയൊക്കെ വന്നാൽ എന്ത് ചെയ്താൽ മതി? 2ൻ്റെ ഡിനോമിനേറ്റർ സെയിം അല്ലേ? അപ്പോൾ ആ ഡിനോമിനേറ്റർ അതേപോലെ തന്നെ എഴുതുക. ന്യൂമറേറ്റേഴ്സിനെ തമ്മിൽ ആഡ് ചെയ്യുക. 10/8 എന്ന് വന്നു കേട്ടോ. അപ്പോൾ ഇനി ഞാൻ ചോദിക്കട്ടെ, a/x + b/x ഇങ്ങനെ വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യും? a/x + b/x എന്തോ ചെയ്യാനാ? 2ൻ്റെ ഡിനോമിനേറ്റർ എന്താ? x. ന്യൂമറേറ്റേഴ്സ് ആരൊക്കെയാണ് മക്കളെ? എയും ബിയും. അവരെ തമ്മിൽ ആഡ് ചെയ്യുക. a + b/x എന്ന് എഴുതും. a + b/x എന്ന്. ഈ എയും ബിയെയും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എ ബി എന്ന് വല്ലതും വരുമോ?
ഒരിക്കലും വരത്തില്ല കേട്ടോ. എയും ബിയും കൂടെ ആഡ് ചെയ്താൽ നമുക്ക് A+B എന്നേ എഴുതാൻ പറ്റത്തുള്ളൂ. ചില ബിരുദന്മാർ A+B ആഡ് ചെയ്തിട്ട് AB എന്നൊക്കെ പറയും. അങ്ങനെ ഒരിക്കലും പറയരുത്. എയും ബിയും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് മക്കളെ എന്ത് കിട്ടുന്നത്? AB. എയും ബിയും കൂടെ ആഡ് ചെയ്ത് എന്തേ വരത്തുള്ളൂ? A+B തന്നെ. എന്നാൽ ചോദിക്കട്ടെ, എയും ബിയും കൂടെ മൈനസ് ചെയ്താൽ എന്തോ വരും? A-B. ഇതിനകത്തങ്ങും പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ. എയും ബിയും രണ്ട് ടൈപ്പ് വേരിയബിൾ അല്ലേ? അവരെ പ്ലസ് ചെയ്യുമ്പോൾ A+B എന്നേ പറ്റൂ, മൈനസ് ചെയ്യുമ്പോൾ A-B എന്നേ പറ്റൂ. അല്ലാണ്ട് ഒന്നും നമുക്ക് പറ്റത്തില്ല കേട്ടോ. അപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായോ? എന്തുവാ പറഞ്ഞേ? സെയിം ഡിനോമിനേറ്റർ ആണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ഡിനോമിനേറ്റർ അതേപോലെ തന്നെ എഴുതുക, ന്യൂമറേറ്റേഴ്സ് തമ്മിൽ ആഡ് ചെയ്യുക കേട്ടോ. ഡിനോമിനേറ്റർ അതുപോലെ തന്നെ എഴുതുക, ന്യൂമറേറ്റേഴ്സിനെ തമ്മിൽ ആഡ് ചെയ്യുക. ഇതേ റൂള് തന്നെയാണ് സബ്ട്രാക്ഷനും കേട്ടോ. ഒരേ ഡിനോമിനേറ്റർ വരുന്ന രണ്ട് ഫ്രാക്ഷൻസിനെ സബ്ട്രാക്ട് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി? ആ ഡിനോമിനേറ്റർ അതുപോലെ തന്നെ എഴുതുക, ന്യൂമറേറ്റേഴ്സിനെ തമ്മിൽ അങ്ങ് കുറയ്ക്കുക കേട്ടോ. നോക്കാം, ശ്രദ്ധിക്കുക കേട്ടോ. സെയിം ഡിനോമിനേറ്റർ ഉള്ള ഫ്രാക്ഷൻസ് നമ്മൾ എന്ത് ചെയ്യുക? സബ്ട്രാക്ട് ചെയ്യുക, മൈനസ് ചെയ്യാൻ പോവാം കേട്ടോ. അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞത്? ആഡ് ചെയ്യുന്ന പോലെ തന്നെ ദേ ഇവിടെ സൂക്ഷിച്ച് നോക്കിക്കേ, 2ന്റെ ഡിനോമിനേറ്റർ എത്ര? 5. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആ ഡിനോമിനേറ്റർ അതുപോലെ തന്നെ എഴുതുക. ന്യൂമറേറ്റേഴ്സ് 1 3 1 2 ആണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത്? 3 - 2. അപ്പോൾ ഉത്തരം എന്തെന്ന് വരും? 1/5 എന്ന് വരും. സംശയം വല്ലതും ഉണ്ടോ? ഇല്ല. അടുത്തത് ഞാൻ തന്നെ അങ്ങ് ചോദിച്ചിട്ട് ഞാൻ തന്നെ അങ്ങ് പറയുമല്ലോ, നിങ്ങളൊക്കെ ശ്രദ്ധിക്കണേ. അടുത്ത 2ന്റെയും ഡിനോമിനേറ്റർ 8 തന്നെയാണ്. 8 അതുപോലെ തന്നെ എഴുതുക. ന്യൂമറേറ്റേഴ്സ് അംശത്തിൽ വരുന്നത് 1 5 1 2. അപ്പോൾ എന്ത് ചെയ്യണം? 5 - 2. അപ്പോൾ എത്ര വരും? 3/8 എന്ന് വരും. അടുത്ത നോക്കിക്കേ, 3/15 - 4/15. അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞേ? ഒരേ ഡിനോമിനേറ്ററുള്ള രണ്ട് ഫ്രാക്ഷൻസ് മൈനസ് ചെയ്യാൻ വരുമ്പം ആ ഡിനോമിനേറ്റർ അതുപോലെ തന്നെ എടുത്ത് എഴുതുക. ന്യൂമറേറ്റേഴ്സിനെ തമ്മിൽ മൈനസ് ചെയ്തേ. 3 - 4 കുറച്ചേ. ഇതെന്നാ? നമ്മൾ ആദ്യം പറഞ്ഞ് ഈ അഡീഷനും മൾട്ടിപ്ലിക്കേഷനും ഒക്കെ എങ്ങനെയാണ് എന്നുള്ളത് നമ്മൾ മാത്സ് ബേസിക്സിന് ഒരു 7-8 ക്ലാസ് ഉണ്ട്. അത്രയും ക്ലാസ്സുകൾ നിങ്ങൾ നിർബന്ധമായിട്ടും കണ്ടിരിക്കണം മക്കളെ. 4 - 3 കുറച്ചാൽ 1 3 - 4 കുറച്ചാൽ എന്താ? നിങ്ങൾ എന്താ ചെയ്യണ്ടേ? ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇതിപ്പം 3യുടെ സിമ്പിൾ എന്തുവാ? പോസിറ്റീവ്. പോസിറ്റീവ് ആകുമ്പോൾ സെപ്പറേറ്റ് നമ്മൾ ഇടത്തില്ല, 3 മാത്രമേ ഇടത്തുള്ളൂ. ഇവിടെ 4ന്റെ സിമ്പിൾ മൈനസ്. വ്യത്യസ്ത ചിഹ്നമുള്ള സംഖ്യകൾ കൂട്ടാൻ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? നമ്മൾ വലുതീന്ന് ചെറുത് കുറച്ച് വലുതിൻ്റെ ചിഹ്നം. അപ്പോൾ നമ്മൾ ആഡ് ചെയ്യുന്ന റൂള് ഞാൻ പറഞ്ഞു, ഒരേ ചിഹ്നമുള്ള സംഖ്യകൾ കൂട്ടാൻ വരുമ്പോൾ കൂട്ടിയിട്ട് അതേ ചിഹ്നം. വ്യത്യസ്ത ചിഹ്നമുള്ള സംഖ്യകൾ ഒന്ന് പ്ലസ് ഒന്ന് മൈനസും ആയാൽ കൂട്ടാൻ വന്നാൽ എന്ത് ചെയ്യണം? വലുതീന്ന് ചെറുത് കുറച്ച് വലുതിൻ്റെ ചിഹ്നം. പിന്നെ ഞാൻ പറഞ്ഞായിരുന്നു മൈനസ് ചെയ്യുന്നതിൻ്റെ റൂള്, രണ്ടാമത്തെ സംഖ്യയുടെ അഡിറ്റീവ് ഇൻവേഴ്സ് എടുക്കുക, എന്നിട്ട് എന്ത് ചെയ്യണം? ആഡ് ചെയ്യുന്ന റൂള് ഫോളോ ചെയ്യുക. അപ്പോൾ ഇവിടെ മൈനസ് ചെയ്യാനാണ് വന്നേക്കുന്നത്. 4ന്റെ അഡിറ്റീവ് ഇൻവേഴ്സ് -4 അപ്പോൾ -4 പിന്നെ 3 ഉള്ളൂ നമ്മുടെ മുന്നിൽ. അപ്പോൾ അവരെ തമ്മിൽ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ എന്താ വരുന്നത്? -4 3 കൂടെ വരുമ്പം വലുതിൽ നിന്ന് 4 - 3 കുറച്ചാൽ 1, വലുതിൻ്റെ ഇനം മൈനസ് ആണ്. സോ നമ്മുടെ ഉത്തരം -1/15 എന്നാണ് വരുന്നത്. ശ്രദ്ധിക്കണേ. 4 - 3 കുറച്ചാൽ 1, പക്ഷേ 3ൽ നിന്ന് 4 കുറച്ചാൽ -1 വരുന്നത്. ഒരുപാട് കുഞ്ഞുങ്ങൾക്ക് എത്ര പറഞ്ഞാലും കൺഫ്യൂഷനാണ്. ഇത് +2 ആയാലും ഇത് അറിയാൻ വയ്യാതെ, മാത്സ് ചെയ്യാനെല്ലാം അറിയാം, ഫിസിക്സിൻ്റെ പ്രോബ്ലംസ് ഒക്കെ ചെയ്യാൻ അറിയാം, പക്ഷേ ഇതൊക്കെ വരുമ്പോൾ കൊണ്ടിട്ടങ്ങ് തെറ്റിക്കും കേട്ടോ. അപ്പോൾ 3ന് 4 കുറച്ചാൽ എന്താ? -1. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഇവിടെ നോക്കിക്കേ, 2ന്റെ ഡിനോമിനേറ്റർ 18. സോ ഞാൻ ഡിനോമിനേറ്റർ അതുപോലെ തന്നെ എഴുതി, ന്യൂമറേറ്റേഴ്സ് തമ്മിൽ മൈനസ് ചെയ്യണ്ടേ? എന്തുകൊണ്ടാ? ഡിനോമിനേറ്റർ ഒരേപോലെ വന്നാൽ നമ്മൾ ന്യൂമറേറ്റേഴ്സ് മൈനസ് ചെയ്യണം. 10 - 15 ഒന്ന് മൈനസ് ചെയ്തേ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ വലുതിനെ ചെറുത് കുറയ്ക്കുക. 15 - 10 കുറച്ചാൽ 5. വലുതിൻ്റെ ചിഹ്നവും കൂടെ നോക്കിക്കേ, മൈനസ്. മക്കളെ ശ്രദ്ധിക്കണേ. 15 - 10 കുറച്ചാൽ 5, പക്ഷെ 10 - 15 കുറച്ചാൽ -5/18 എന്നാണ് വരുന്നത് കേട്ടോ. -5/18 എന്നാണ് വരുന്നത്. അടുത്ത നോക്ക്, 2ന്റെയും ഡിനോമിനേറ്റർ 6. സോ ഞാൻ 6 അതുപോലെ തന്നെ എഴുതി. ഇവിടെ 8ഉം ഇവിടെ 9ഉം. ന്യൂമറേറ്റേഴ്സ് തമ്മിൽ മൈനസ് ചെയ്യണം. 8ന് 9 കുറയ്ക്കണം അല്ലേ? 8 - 9 എന്നാണ് വരുന്നത്. ഇവിടെ എന്താ ഉത്തരം? നിങ്ങളൊന്ന് പറഞ്ഞേ. ഞാൻ എഴുതുന്നതിന് മുമ്പ് ഇവിടെ എന്നാ ഉത്തരം എന്ന് നിങ്ങളൊന്ന് പറഞ്ഞേ. 8ന് 9 കുറയ്ക്കുമ്പോൾ വലുതിൻ്റെ 9ന് 8 കുറച്ചാൽ 1, വലുതിൻ്റെ ചിഹ്നം എന്തുവാ? മൈനസ്. അപ്പോൾ ഇവിടെ എന്താ ഉത്തരം വരുന്നത്?
-1/6 കേട്ടോ. -1/6 എന്നാണ് ഉത്തരം വരുന്നത്. മനസ്സിലായോ? അടുത്തത് ഞാനിവിടെ 2x ഇവിടെ 2ന്റെ ഡിനോമിനേറ്റർ a ആണ് കേട്ടോ. 2x/a - x/a, കാര്യം ഇവിടെ ഞാൻ സെയിം ഡിനോമിനേറ്ററിൻ്റെ അല്ലേ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അവിടെ അറിയാണ്ട് b എഴുതിപ്പോയി. അപ്പോൾ ഇവിടെ ഡിനോമിനേറ്റർ എന്ത് തന്നെയാ? a ആണ്. ന്യൂമറേറ്റേഴ്സ് എന്തൊക്കെയാ മക്കളെ? 2x - x. 2xനകത്തുനിന്ന് ഒരു x കുറയ്ക്കുമ്പോൾ എന്തുവാ വരുന്നത്? 2xന്ന് ഒരു x കുറയ്ക്കുമ്പോൾ എന്താ വരുന്നത്? x. അപ്പോൾ ഉത്തരം എന്താ വരുന്നത്? x/a എന്ന് വരും. എന്തുവാ 2x/a - x/a. 2ന്റെ ഡിനോമിനേറ്റർ a അല്ലേ. അപ്പം ഞാൻ ആ a അതുപോലെ തന്നെ എഴുതി. 2xൽ നിന്ന് x മൈനസ് ചെയ്യണം. 2xനകത്തുനിന്ന് ഒരു x മൈനസ് ചെയ്യണം. 2xലല്ലയോ മക്കളെ. അപ്പം എന്ത് ചെയ്താൽ മതി? 2xനകത്തുനിന്ന് ഒരു x കുറയ്ക്കുമ്പം x/a. അപ്പോൾ ഉത്തരം എന്താന്ന് വരും? x/a എന്ന് വരും. മനസ്സിലായോ? അപ്പോൾ ഇവിടെ നമ്മൾ സെയിം ഡിനോമിനേറ്റർ ഉള്ള, അതായത് ഛേദം ഒരുപോലെ വന്നാൽ എന്ത് ചെയ്യണം? ആ ഛേദം അതേപോലെ തന്നെ എഴുതുക, ഡിനോമിനേറ്റർ അതുപോലെ തന്നെ എഴുതുക, ന്യൂമറേറ്റേഴ്സിനെ തമ്മിൽ മൈനസ് ചെയ്യുക. പിന്നെ ഇവിടെ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, 15ൽ നിന്ന് 10 കുറച്ചാൽ 5 വരും. പക്ഷെ 10ൽ നിന്ന് 15 കുറച്ചാലും 5 എഴുതി വെക്കരുത്, തെറ്റാണ്. വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കുക. 15ൽ നിന്ന് 10 കുറച്ചു, 5 വന്ന് വലുതിൻ്റെ ചിഹ്നം മൈനസ്. അപ്പോൾ നമ്മളിവിടെ എന്തെന്ന് എഴുതി? -5/18 എന്ന് എഴുതി. മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുക കേട്ടോ. അപ്പോൾ ഈ ക്ലാസ് മുഴുവനും കേൾക്കുന്ന കുട്ടികളുണ്ട്. ഈ ക്ലാസ്സിൻ്റെ ഒരു പ്രത്യേകത എന്നാണെന്നറിയാമോ? ഞാൻ ഇന്ന് ക്ലാസ് ഇടുവാണെങ്കിൽ നാളെ ആരും കാണത്തില്ല. ഒരു വർഷമൊക്കെ കഴിയുമ്പോഴായിരിക്കും ഈ ക്ലാസ് കണ്ടിട്ട് അതിൻ്റെ ബാക്കി വേണം എന്ന് ഒരുപാട് കമൻസ് എല്ലാ ക്ലാസ്സിനും വരാറുണ്ട്. അപ്പോൾ അന്നേരം അത് എനിക്ക് തോന്നുന്നു അതൊന്നും ഇനി മൈൻഡ് ചെയ്തിട്ട് കാര്യമില്ല. സമയം പോലെ ബാക്കി ക്ലാസ് അങ്ങ് ഇടുന്നതായിരിക്കാം നല്ലത്. പ്രയോജനപ്പെടുത്തേണ്ടവർ എന്നായാലും അതൊക്കെ പ്രയോജനപ്പെടുത്തും എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കിത് മനസ്സിലായെന്ന് വിചാരിക്കും. ഇനിയും സെയിം ഡിനോമിനേറ്റർ ഉള്ള 2 ഫ്രാക്ഷനെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താണെന്നുള്ളത് കേട്ടോ. ആഡ് ചെയ്യുന്നതിനും സബ്ട്രാക്ട് ചെയ്യുന്നതിനും നമ്മൾ ആ ഡിനോമിനേറ്റർ അതേപോലെ തന്നെ എഴുതി ന്യൂമറേറ്റേഴ്സിനെ തമ്മിൽ ചെയ്യുക. ഇവിടെ അങ്ങനെയൊന്നും ചെയ്യല്ലേ. ഇവിടെ എന്ത് ചെയ്താൽ പ്രത്യേകിച്ച് റൂളൊന്നുമില്ല. ഗുണിക്കാൻ വന്നാൽ പിന്നെ ന്യൂമറേറ്റേഴ്സ് തമ്മിൽ ഗുണിച്ചെഴുതുക, ഡിനോമിനേറ്റേഴ്സ് തമ്മിൽ ഗുണിച്ചെഴുതുക. 1 × 2 എത്ര? നമ്മളിതെങ്ങനെ ചെയ്യുന്നത്? 1 × 2 ചെയ്യുക, 3 × 3 ചെയ്യുക. പ്രത്യേകിച്ച് റൂളൊന്നുമില്ല. 1 × 2 2/3 × 3 9 എന്ന് കിട്ടും. ഇവിടെ എന്ത് ചെയ്യുക? ന്യൂമറേറ്റേഴ്സിന് തമ്മിൽ അങ്ങ് മൾട്ടിപ്ലൈ ചെയ്തോ. 3 × 4 2 × 2 വരും. അപ്പോൾ എന്ത് വരും? 12/4 എന്ന് വരും. ഇനിയും ഇവിടെ അതേപോലെ തന്നെ ന്യൂമറേറ്റേഴ്സിനെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തേ, ഡിനോമിനേറ്റേഴ്സിനെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം. മക്കളെ x × x എന്താ? x × x x² എന്നാണ് എഴുതുന്നത്. a × a² എന്നാണ് എഴുതുന്നത് കേട്ടോ. അതും നമുക്ക് പഠിക്കാനുണ്ട്. സ്ക്വയറും സ്ക്വയർ റൂട്ടും ഒക്കെ എഴുതുന്ന കാര്യങ്ങൾ ഒരുപാട് പേർക്ക് കൺഫ്യൂഷനുള്ള സാധനമാണ് ഇതൊക്കെ കേട്ടോ. അപ്പോൾ x × x എന്താ? x². a × a എന്താ? a². ഇനി അടുത്ത് നോക്കിക്കേ, x/a × y/a. എന്ത് ചെയ്യണം? ന്യൂമറേറ്റേഴ്സിനെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തോ. x × y, a × a. x × y എന്തെന്ന് എഴുതും നമ്മൾ? xy. a × a എന്താണ്? a² കേട്ടോ. ഇനിയും 3/5 × 4/5. 3 × 4 / 5 × 5 എന്നാണ് വരുന്നത്. 3 × 4 എത്ര? 12 / 5 × 5 25 കേട്ടോ. അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് പ്രത്യേകിച്ച് വലിയ കഥയൊന്നുമില്ല. എന്ത് ചെയ്താൽ മതി? ന്യൂമറേറ്റേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക, ഡിനോമിനേറ്റേഴ്സ് തമ്മിൽ അങ്ങ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി കേട്ടോ. ഇനി നമുക്ക് ഡിവിഷൻ നോക്കാം. ശ്രദ്ധിക്കുക കേട്ടോ. നമ്മൾ ഡിവിഷനാണ് അടുത്ത് പഠിക്കുന്നത്. ഒരേ ഡിനോമിനേറ്റർ ഉള്ള 2 ഫ്രാക്ഷനെ തമ്മിൽ എങ്ങനെയാണ് ഡിവൈഡ് ചെയ്യുന്നത്? മക്കളെ, ഡിവൈഡ് ചെയ്യുന്നതിന് ഒറ്റ റൂളേ ഉള്ളൂ കേട്ടോ. ഇവിടെ നോക്കിക്കേ, 3/5 / 2/5. ശ്രദ്ധിച്ച് നോക്കുക കേട്ടോ. 3/5 / 2/5. അതെങ്ങനെ നമ്മൾ എഴുതുന്നത്? 3/5 / 2/5. നമ്മളിവിടെ എന്തുകൊണ്ടാണോ ഡിവൈഡ് ചെയ്യുന്നത്, രണ്ടാമത്തെ ഫ്രാക്ഷനെ തിരിച്ചിടണം, എന്നിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. എന്തുവാ ഇതിപ്പോൾ മക്കളെ, ഇത് ആദ്യത്തെ ഫ്രാക്ഷൻ, ഇത് രണ്ടാമത്തെ ഫ്രാക്ഷൻ എന്ത് ചെയ്യണം? രണ്ടാമത്തെ ഫ്രാക്ഷൻ്റെ റെസിപ്രോക്കൽ കണ്ടുപിടിക്കുക, വിൽക്രമം കണ്ടുപിടിക്കുക, എന്നിട്ട് എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യണം. നമ്മൾ റെസിപ്രോക്കൽ എന്താണ്, അഡിറ്റീവ് ഇൻവേഴ്സ് എന്താണെന്നൊക്കെ ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ട്. ക്ലാസ് കാണാത്തവർ ദൈവത്തെ ഓർത്ത് നിങ്ങൾ സെപ്പറേറ്റ് ഒരു പഴയ ബുക്ക് വല്ലതും എടുത്ത് വെച്ചിട്ട് ഈ മാത്സിൻ്റെ ബേസിക്സ് ആദ്യം മുതൽ പഠിച്ചെടുക്കാൻ ശ്രമിക്കണം കേട്ടോ.
സത്യം പറഞ്ഞാൽ മാത്സ് എളുപ്പമുള്ള വിഷയമാണ്. നമ്മുടെ ബേസ് ക്ലിയർ അല്ലാത്തതുകൊണ്ടാണ് നമുക്ക് പലയിടത്തും നമ്മൾ മാത്സ് പഠിക്കാൻ അങ്ങ് മടിക്കുന്നത് കേട്ടോ. എന്തുവാ ഇങ്ങനെ 10 ൽ 5 കുറച്ചാൽ 5, 5 ൽ 10 കുറച്ചാൽ -5, ഇതെങ്ങനെയാണ് വരുന്നത്? 15 × 2 അറിയാം, പക്ഷേ 1.5 × 2 ചെയ്യാൻ അറിയത്തില്ല. ഒക്കെ വളരെ നിസ്സാരപ്പെട്ട കാര്യങ്ങളാണ്. ബേസ് സ്ട്രോങ് അല്ലാത്തതുകൊണ്ടാണ് കേട്ടോ. അതൊക്കെ അങ്ങ് മാറും കേട്ടോ. നിങ്ങൾ വിചാരിച്ചാൽ നിങ്ങൾക്ക് ബേസ് പഠിച്ചെടുത്താൽ എല്ലാം സിമ്പിളാണ്, ഒന്നും വലിയ കാര്യമൊന്നുമല്ല. അപ്പം 3/5 ഡിവൈഡഡ് ബൈ 2/5 എങ്ങനെയാണ് ചെയ്യുന്നത്? 3/5 അതുപോലെ തന്നെ എഴുതി ഡിവൈഡഡ് ബൈ 2/5. ഞാൻ പറഞ്ഞ റൂൾ എന്താ? ഈ താഴെ കിടക്കുന്നവനെ അങ്ങ് തിരിച്ചേ. 2/5 എന്നുള്ളത് എന്തായിട്ട് വരും? 5 ഡിവൈഡഡ് ബൈ 2 എന്നാവും. എന്നിട്ട് എന്ത് ചെയ്യണം? രണ്ടാവന്മാരെയും കൂടെ അങ്ങ് മൾട്ടിപ്ലൈ ചെയ്യണം. മനസ്സിലായില്ലെങ്കിൽ നോക്കിക്കോ. 3/5 അതുപോലെ തന്നെ എഴുതി. പിന്നെ ഞാൻ എന്തുവാ പറഞ്ഞ മക്കളെ? രണ്ടാമത് കിടക്കുന്ന 2/5 എന്താണെന്ന് എഴുതണം? 5/2 എന്ന് എഴുതണം. എന്നിട്ട് അവന്മാരെ തമ്മിൽ അങ്ങ് മൾട്ടിപ്ലൈ ചെയ്യണം. കണ്ടോ? എന്തുവാ 3/5 ഡിവൈഡഡ് ബൈ 2/5 എന്നുള്ളത് എന്ത് വരും? 3/5 ഇൻറ്റു 2/5 എന്ന് പറയുന്നത് എന്തായിട്ട് വരും? 5 ഡിവൈഡഡ് ബൈ 2 എന്ന് വരും. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത്? ഇവിടെ നിങ്ങളൊന്ന് നോക്കിക്കേ. നല്ലതായിട്ട് സൂം ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ പ്രയാസമുണ്ട്. ശ്രദ്ധിച്ചോ കേട്ടോ. 3/5 ഇൻറ്റു 5/2 എന്നാണ് വന്നേ. നോക്കിക്കേ മക്കളെ, നടുക്കത്തെ ചിഹ്നം ഇൻറ്റു. എന്തുവാ? നടുക്കത്തെ ചിഹ്നം ഇൻറ്റു. ഈ 3ഉം 5ഉം ന്യൂമറേറ്ററിൽ, ഈ 5ഉം 2ഉം ഡിനോമിനേറ്റർ. നിങ്ങൾ എന്ത് ചെയ്യണം? ഈ മൾട്ടിപ്ലൈ ചെയ്യുന്ന കേസിൽ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററും ഒരേ ആളുകൾ വന്നാൽ നമുക്ക് എന്ത് ചെയ്യാം? അവരെ ക്യാൻസൽ ചെയ്യാം. 5 1s are 5. 2 5ൻ്റെ ടേബിളിൽ ഉണ്ട്. നമുക്കപ്പോൾ ഒരേ സംഖ്യ കൊണ്ട് ക്യാൻസൽ ചെയ്യുമ്പം 1 1 എന്ന് വരും എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഞാൻ പറഞ്ഞ ഇത്രയേ ഉള്ളൂ. 2 ഫ്രാക്ഷനെ മൾട്ടിപ്ലൈ ചെയ്യാൻ വരുമ്പം ന്യൂമറേറ്ററിൽ ഡിനോമിനേറ്റർ ഒരേ നമ്പർ വന്നാൽ നമുക്ക് ക്യാൻസൽ ചെയ്യാം. അപ്പോൾ ഇവിടെ 5ഉം 5 എന്തായി പോകും? ക്യാൻസലാവും. കാര്യം 5നെ ഞാൻ 5 കൊണ്ട് തന്നെ വെട്ടിക്കളഞ്ഞു. 5 1s are 5. ഇവിടെ 5 1s are 5. ഇവിടെ 3 × 1 3 വരും. ബാക്കിയുള്ളത് 1 × 2 2 എന്ന് വരും. ഇതാണ് ഉത്തരം. അപ്പോൾ ഫ്രാക്ഷനെ ഡിവൈഡ് ചെയ്യുന്ന റൂൾ എന്താ? രണ്ടാമത്തെ ഫ്രാക്ഷനെ തിരിച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 2/5 എന്നുള്ളത് 5/2 ആവും. എന്നിട്ട് 3/5 5/2 കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്യുന്ന കേസിൽ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഒരേ നമ്പർ വന്നാൽ, ഞാൻ പ്രത്യേകം ഇവിടെ പ്ലസും മൈനസും വന്നാലൊന്നും ഇങ്ങനൊന്നും ചെയ്ത് വെക്കല്ലേ, പൊട്ടത്തെറ്റായി പോവും. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഒരേ നമ്പർ വന്നു കഴിഞ്ഞാൽ ഞാൻ അതിനെ വെട്ടിക്കളഞ്ഞിട്ട് എന്തായി? 3/2 എന്ന് വന്ന്. മനസ്സിലായില്ലെങ്കിൽ സാരമില്ല, അടുത്ത ക്വസ്റ്റ്യൻ കൂടി നോക്കൂ. 8/2 ഡിവൈഡഡ് ബൈ 6/2. എന്തുവാ മക്കളെ ഡിവിഷൻ്റെ റൂള്? ഞാൻ പറഞ്ഞേ, രണ്ടാമത്തെ ഭിന്നസംഖ്യയെ തിരിച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 8/2 6/2 എന്നുള്ളത് എന്തെന്ന് വരും? നോക്ക്, ഡിവിഷന് നമ്മുടെ റൂൾ എന്തുവാ? ആദ്യത്തെ ഫ്രാക്ഷൻ അതേപോലെ തന്നെ എഴുതിയിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. എന്തോ കൊണ്ട്? 6/2 തിരിച്ചിട്ടേ 2/6. കണ്ടോ? ഇവിടെയും എന്ത് ചെയ്ത്? ഒരേപോലെ വന്ന്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? 8/6 എന്ന് വരും കേട്ടോ. 8/6 എന്ന് വരും. അടുത്ത ക്വസ്റ്റ്യൻ 5/10 ഡിവൈഡഡ് ബൈ 15/10. അപ്പോൾ ഈ ഫ്രാക്ഷന് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് ഒരൊറ്റ റൂളേ ഉള്ളൂ. രണ്ടാമത്തെ ഫ്രാക്ഷന് എന്ത് ചെയ്യണം? റെസിപ്രോക്കൽ എടുക്കണം. റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ തിരിച്ചിടുക. 15/10 എന്നുള്ളത് എന്താവും? 10/15 എന്നാവും. എന്നിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ആദ്യത്തെ ഫ്രാക്ഷൻ അതുപോലെ തന്നെ എഴുതി 5/10. എന്നിട്ട് എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യുക വേണ്ടേ? എന്തിനാ? 15/10 എന്നുള്ളത് 10/15 എന്ന് എഴുതും. എന്നിട്ട് ഞാൻ ഒരു കാര്യം പറഞ്ഞ എന്താ? മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ന്യൂമറേറ്ററിൽ ഡിനോമിനേറ്റർ ഒരേപോലെ തന്നെ വന്നാൽ നമുക്ക് എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്തിട്ട് അവിടെ എല്ലാം 1 ആവും. അപ്പോൾ 5 × 1 5 എന്നാവും. 1 × 15 15 എന്നാവും. പിന്നെ ഞാനൊരു കാര്യം കൂടി പറയട്ടെ. ഈ 8/6 മക്കൾ രണ്ടും ഈവൻ നമ്പേഴ്സാണ്. ഇപ്പം 5/15. ഈ 5/15 എന്ന് പറയുന്നത് 5ഉം 15ഉം ഏതിൻ്റെ ടേബിളിലുണ്ട് മക്കളെ? 5ൻ്റെ ടേബിളിലില്ലേ? അപ്പം നമുക്ക് ഈ 5/15 ഒന്നുകൂടെ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും. രണ്ടും 5ൻ്റെ ടേബിളിലുള്ളത് കൊണ്ട്. പറയുന്നത് ശ്രദ്ധിക്കണേ. മാത്സ് പ്രയാസമുള്ളവർ പറയുന്നത് നല്ലതായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. 5/15 എന്നുള്ളത് 5ൻ്റെ ടേബിളിലുള്ളതുകൊണ്ട് 5നെ എത്ര കൊണ്ട് ഗുണിക്കുമ്പോഴാണ് 5 കിട്ടുന്നത്? 5 1s are 5. 5നെ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് 3 കിട്ടുന്നത്? 5 3s are 15. അപ്പോൾ 5/15 നമുക്ക് എങ്ങനെ എഴുതാം? 1/3 എന്ന് എഴുതാം. എങ്ങനെ എഴുതിയേ? 5ഉം 15ഉം 5ൻ്റെ ടേബിളിലുണ്ട്. സോ ഞാൻ 5 കൊണ്ടാണ് സിംപ്ലിഫൈ ചെയ്യുന്നത്. 5നെ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പം 5 വന്ന്, 5നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 15 വന്നുകൊണ്ട് 15നെ വെട്ടിയിട്ട് ഞാൻ 3 എന്ന് എഴുതി. അപ്പോൾ 1/3. ഇനി ഇവിടെ നോക്കിക്കേ മക്കളെ, 8/6.
രണ്ടും ഈവൻ നമ്പേഴ്സ് ആയതുകൊണ്ട് 2ൻ്റെ ടേബിളിലുണ്ട്, സംശയമില്ല അല്ലേ? അപ്പോൾ ഈ 8ഉം 6ഉം 2ൻ്റെ ടേബിളിലുണ്ട്. അപ്പോൾ ഞാൻ 2 കൊണ്ടാണ് ഇതിനെ സിംപ്ലിഫൈ ചെയ്യാൻ പോകുന്നത്. 2നെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 8 വരും. സോ ഞാൻ 4 എഴുതി. 2നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 6 വരും. അപ്പോൾ ഞാൻ 3 എന്ന് എഴുതി. അപ്പോൾ 4/3 എന്നാണ് 8/6നെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ കിട്ടുന്നത്. മനസ്സിലായോ? എന്താ ഞാനിപ്പോൾ അപ്പോൾ ഞാൻ വേറെ കാര്യം പറയട്ടെ. 7/21 ഇത് രണ്ടും എന്തിൻ്റെ ടേബിളിലുണ്ട്? 7ൻ്റെ ടേബിളിൽ. സോ 7 1s are 7, 7 3s are 21, 7 3s are 21. അപ്പോൾ 7/21നെ ഞാൻ എന്തെഴുതി? 1/3 എന്ന് എഴുതി. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ നമ്മൾ ഈ ഫ്രാക്ഷൻ ഒക്കെ വരുന്ന സമയത്ത് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? സിംപ്ലിഫൈ ചെയ്യണം. ഇപ്പോൾ നോക്കൂ, 16/4. 16/4 എന്നുള്ളത് എന്താ വരുന്നത്? 16/4ൻ്റെ ഉത്തരം എന്താ? 4 അല്ലേ? 16നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 4 എന്നാ വരുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കേസിൽ നിങ്ങൾ അതുകൂടി എഴുതാനൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് ഫ്രാക്ഷൻ കുറച്ച് നാളായി ക്ലാസ് എടുത്തിട്ട് ഫ്രാക്ഷൻ ഞാൻ സെയിം ഡിനോമിനേറ്റർ ഉള്ളത് ആഡ് ചെയ്യാനും സബ്ട്രാക്ട് ചെയ്യാനും മൾട്ടിപ്ലൈ ചെയ്യാനും ഡിവിഷനുമാണ് പറഞ്ഞത്. നിങ്ങൾക്കിത് മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ് കേട്ടോ. ക്ലാസ്സിൻ്റെ അഭിപ്രായം നിങ്ങൾ തീർച്ചയായിട്ടും ഇന്ന് 2 പേര് ക്ലാസ് കണ്ടാലും 2 പേര് പറയാനൊന്ന് ശ്രമിക്കണം. മുഴുവൻ ക്ലാസ് കേട്ടിട്ടുണ്ടെങ്കിൽ അതും ഒന്ന് മെൻഷൻ ചെയ്യുക. പിന്നീട് മാത്സിൻ്റെ ബേസിക്സ് ഇതുപോലുള്ള ക്ലാസ്സസ് ഞാൻ ആഡ് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് കണ്ട് പ്രയോജനപ്പെടുത്തുക കേട്ടോ.